ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു താള് കറി ഉണ്ടാക്കിയാലോ. ഇതാട്ടോ താളൊക്കെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. വയനാടൻ താള് കറി എന്നൊക്കെ ഒരു പേരിട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതങ്ങനെ തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇതെല്ലാം നേരാക്കി കഴിഞ്ഞു. നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം കേട്ടോ. ചിലർ കൈയൊക്കെ ചൊറിയിട്ട് അത് കഴുകുമ്പോൾ, അപ്പം ഗ്ലൗസൊക്കെ ഇടേണ്ടി ഇതിലൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം കേട്ടോ. ഇതാ അരിഞ്ഞിടട്ടെ, ഒക്കെ ഒരു പാത്രത്തേക്ക് അരിഞ്ഞിടാം. തണ്ടും വലിയൊക്കെ ഒരുമിച്ച് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ തോനുള്ള മാതിരി തോന്നണില്ലേ, പക്ഷെ ഇത് ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ കുറയുക. ഞാൻ കുക്കറിൽ വെച്ചൊരു വലിയ പാത്രത്തിലാകാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ. പിന്നെ അതാ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണ്. പുളിയൊക്കെ നല്ലോണം പിഴിഞ്ഞ് നമുക്ക് ഇതിൽ കൂടെ പാർന്ന് കൊടുക്കാം കേട്ടോ. പുളിവെള്ളം മാത്രം മതിയേ, വേറെ വെള്ളമൊന്നും പാരണ്ട. അതിൽ താനേ വെള്ളം ഇറങ്ങും. ഞാൻ കുക്കറിലാണ് വെച്ചത്. പിന്നെ കുക്കർ വിസിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ, വെറുതെ വെച്ച് കൊടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് കാന്താരി, തേങ്ങ, വെളുത്തുള്ളിയൊക്കെയാണ്. അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട്, പിന്നെ ചക്കക്കുരുവും താളും കൂടെയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ചക്കക്കുരു ഇതാ നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വെച്ചിട്ട്, കുക്കറിൽ ഒരു 3 വിസിലടിച്ചാൽ നല്ല വേവ് കിട്ടോ. ഇതാ ഞാൻ മൂടി കുക്കർ ഗ്യാസിൽ വെച്ചിക്കണ്. ഒരു 3 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാം. കുക്കർ വിസിലൊക്കെ പോയി ഇതാ എടുത്ത് വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ, ചക്കക്കുരൊക്കെ എല്ലാം വന്നിക്കണമെന്ന്. എന്താ ചക്കക്കുരൊക്കെ നല്ല വന്നിക്കണ കണ്ടില്ല, തോലൊക്കെ പൊടിഞ്ഞെടുക്കണേ. അതൊക്കെ നേരാക്കി വെച്ചു. പിന്നെ കരിവേപ്പിൻ്റെ ഇല, ഉള്ളി, ചുവന്ന മുളക് നേരാക്കി വെച്ചിക്കണ്. പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചതച്ച് വെച്ചിക്കണ്. ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച്, എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകൊക്കെ ഇട്ട് വാട്ടട്ടോ. ശരിക്കും ചെറിയുള്ളി കേട്ടോ അതിന് നല്ല ടേസ്റ്റ്. പക്ഷേ എൻ്റെ അടുത്ത് ചെറിയുള്ളി ആ സമയത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെല്ലുള്ളി എടുത്തതാണ്. നമ്മൾ ആദ്യം ചതച്ച് വെച്ചിന് തേങ്ങ ഉണ്ടല്ലോ, അത് വൈക്കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോണ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം തന്നെ ചക്കക്കുരു വേവിച്ച് വെച്ചിരുന്നില്ല, അത് ഞാൻ നല്ലോണം ഉടച്ച് വെച്ചിരിക്കണേ. അതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ട് നല്ലോണം മിക്സ് ആക്കുക. നല്ലോണം മിക്സ് ആക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ച താളുണ്ടല്ലോ, അതും അതിൽക്കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങോട്ട് നല്ലോണം മിക്സ് ആക്കുക. അപ്പം നമ്മളെ താളുകറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.